ഋതുസംഹാരം ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ഋതുസംഹാരത്തിൽ കാണുന്ന ഭൗതിക പ്രകൃതിയുടെയും ഭൗതിക ജീവിതത്തിൻ്റെയും സന്തുലനം എന്നതിൻ്റെ വളരെ ഉദാത്തമായ വേറൊരു തലമാണ് കുമാരസംഭവം എന്ന കൃതിയിൽ ഞാൻ കാണുന്നത്. കാളിദാസൻ്റെ കൃതികളിൽ അഭൗമത ഏറ്റവും കൂടുതലുള്ള, ഭൂസ്പർശവും വളരെ കൂടുതലുള്ള, സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ള കൃതികളിലൊന്ന് കുമാരസംഭവം ആണ്. അതിനെക്കുറിച്ച് സാധാരണ വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും പല അഭിപ്രായങ്ങളുണ്ട്. 8 സർഗമേ ആ കൃതിയിൽ കാളിദാസൻ എഴുതിയുള്ളൂ എന്ന് ഭൂരിപക്ഷം പേര്. പക്ഷേ അത് പോരാ എന്ന് വെച്ചിട്ട് അതിനുശേഷം 16 സർഗം വരെ 8 സർഗം വരെ കൂട്ടിച്ചേർത്ത് എഴുതിയവരും ഉണ്ട്. പിൽക്കാലത്ത് എഴുതപ്പെട്ട ഇങ്ങനെ കൂട്ടിച്ചേർത്തു എന്ന് പറയപ്പെടുന്ന സംഗതികൾ വായിച്ചു നോക്കിയപ്പോൾ അത് കാളിദാസൻ്റെ കൈകൊണ്ടാവില്ല എന്ന് എന്നെപ്പോലുള്ള അല്പജ്ഞാനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ആ 8 സർഗവും അതിഗംഭീരമായ ഒരു പ്രണയാനുഭവമാണ്, ലോകാനുഭവമാണ്, ദാർശനികമായ അനുഭവവും ആണ്. പ്രണയം തന്നെ ഒരു ദർശനമാണ്. അത് ലോകവും സ്വർഗവും ഭൂമിയും കൂടെയുള്ള പ്രണയമാണെങ്കിൽ അതിഗംഭീരം. സ്വർഗനാഥനും ഭൂനാഥയും കൂടെയുള്ള പ്രണയമാണെങ്കിലും ഗംഭീരം. അത് വളരെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. നമ്പൂതിരിമാരുടെ വിവാഹത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വെളിശേഷത്തിൽ ദ്യൗ അഹം പൃഥിവീ ത്വം എന്ന് പറയുന്നു. ഞാൻ ദ്യോവും നീ പൃഥിവിയും ആകുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്നതാണ്. അത് ശരിക്കും വൈദികമായ സങ്കല്പമാണ്. ശരിക്കും ദ്യൗർ മേ പിതാ ജനിതാ നാഭിരത്ര ബന്ധുർമേ മാതാ പൃഥിവി മഹീയം എന്ന് തന്നെ ദീർഘതമസൂക്തം എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ സൂക്തത്തിലുണ്ട്. ആകാശമാണ് എൻ്റെ അച്ഛൻ, ഈ മഹനീയയായ ഭൂമിയാണ് എൻ്റെ അമ്മ. അത് തന്നെ അഥർവവേദത്തിലുമുണ്ട്. വേറൊരു തരത്തിൽ പുത്രോഹം പൃഥിവ്യ, ഞാൻ ഭൂമിയുടെ മോനാണ്, ഉച്ചത്തിൽ പറയുകയാണ്. ഇവിടെ ആദ്യം പറഞ്ഞ ആകാശമെന്ന പിതാവും ഭൂമി എന്ന മാതാവും, ഇത് രണ്ടും ഒരു തരത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. ആകാശത്തിൻ്റെ പത്നിയാണ് ഭൂമി എന്ന് കൽപ്പിച്ചാൽ ആകാശത്തിൽ നിന്നാണ് ഭൂമിയിൽ ഭൂതജാതങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഹിമവാൻ എന്ന് പറയുന്ന നഗാധിരാജൻ, പർവ്വതരാജൻ, അദ്ദേഹത്തിന് പുത്രിയായി ഉമ, ഹൈമവതി, പാർവതി. ഭൂസുന്ദരിയ, ഭൂമിയുടെ സൗന്ദര്യം. അവൾ ആഗ്രഹിച്ചത് മഹേശൻ, ശിവൻ എന്നയാളിനെ. ആ ശിവനോ, ശിവനെന്നും പാർവതിയെന്നും ലക്ഷ്മിയെന്നും വിഷ്ണു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം നമുക്ക് ചില വേർതിരിവുകൾ തോന്നും. ആ വേർതിരിവുകൾ ഇല്ലാതെ ചിന്തിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. കാളിദാസൻ എപ്പോഴും ശിവനെക്കുറിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ശിവൻ്റെ ശരിയായ രൂപം പറയും. കൃത്തിവാസൻ, അഷ്ടമൂർത്തി, അഷ്ടൈശ്വര്യങ്ങൾ അണിഞ്ഞവൻ, ഇതൊക്കെയാണ് പറയുന്നത്. അഷ്ടമൂർത്തി, 8 മൂർത്തികളെടുത്ത് പ്രപഞ്ചത്തിൽ നിൽക്കുന്നവൻ,
8 രൂപത്തോടുകൂടി പ്രപഞ്ചത്തിൽ നിൽക്കുന്നവൻ, അവനാണ് ശിവൻ. അങ്ങേർക്ക് വേറെ രൂപമൊന്നുമില്ല. ആലോചിച്ച് നോക്കണം, ശിവൻ്റെ പടം വരയ്ക്കാൻ ഇത്തിരി പാടാണ്. ഈ കാളിദാസൻ്റെ പറച്ചിൽ കേട്ടാൽ എന്തറിയോ, അങ്ങേരുടെ ഒരു രൂപം വെള്ളമാണ്, മറ്റൊന്ന് വായുവാണ്, പിന്നൊന്ന് അഗ്നിയാണ്, പിന്നെ ഒന്ന് ഭൂമിയാണ്, മറ്റൊന്ന് ആകാശമാണ്. ഇപ്പം മനസ്സിലായല്ലോ, പഞ്ചഭൂതമായി. പിന്നെ 2 സൂര്യനും ചന്ദ്രനുമാണ്, സമയത്തിൻ്റെ കാലത്തിൻ്റെ ആളുകളാണ്. പിന്നൊന്നുള്ളത് കർമ്മം ചെയ്യുന്ന പുരുഷനാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന അംശമാണ്. എന്തിലും ഒരു ഞാൻ ഉണ്ട്. ആലോചിച്ച് നോക്കണം. ഞാൻ എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് ഞാൻ, മറ്റൊരാൾ പറയുമ്പോൾ അതും ഞാൻ. ഒരു പുല്ലാണെങ്കിലും പുഴുവാണെങ്കിലും പൂമ്പാറ്റയാണെങ്കിലും അവർക്കുമുണ്ട് ഞാൻ എന്ന അറിവ്. എല്ലാ ഞാനും കൂടെ ഒന്നാണ്, പക്ഷേ ഓരോ ഞാനും പ്രത്യേകം ഞാനാണ്. അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിൽ ഭിന്നിക്കുന്നത്. എന്നെ അറിയുമോടാ, നീ എന്നെ അറിയുമോടാ എന്ന് ചോദിക്കുക. എല്ലാം രണ്ടും എന്നെയാണ് പറയുന്നത്. എന്നെ നീ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നീ എന്നെ പറഞ്ഞില്ലേ, രണ്ടും എന്നെയാണ് പറയുന്നത്. പക്ഷേ രണ്ടും രണ്ടാണ്. ആലോചിച്ച് നോക്കണം. ഒരേ ഞാൻ പലതായി പിരിയുന്നത് കൊണ്ട് ലോകത്തൊരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ ഏറ്റവും വലിയ ഞാൻ എന്ന് പറയുന്നത്, എല്ലാത്തിലുമുള്ള ഞാൻ എന്ന് പറയുന്ന അംശം, ആ അംശം കൂടെ ചേർന്നാൽ 8ആയി. ഈ 8 രൂപങ്ങളാണ് ശിവനുള്ളത് എന്ന് കാളിദാസൻ പലയിടത്ത് കൽപ്പിച്ചിട്ടുണ്ട്. അത് അഭിജ്ഞാനശാകുന്തളത്തിലും അതുപോലെ തന്നെ വിക്രമോർവശീയത്തിലും മാളവികാഗ്നിമിത്രത്തിലും ഒക്കെ പറയുന്നുണ്ട്. 8 മൂർത്തികൾ. കുമാരസംഭവത്തിലും പറയുന്നുണ്ട്. 8 മൂർത്തികളുള്ള പ്രപഞ്ചത്തിൻ്റെ പല രൂപങ്ങളായി നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നെങ്കിൽ, ആ ഒന്ന് ഈ ഭൂമിയിലെ സൗന്ദര്യവുമായി ബന്ധപ്പെടുന്നു. ഇതൊരു കോസ്മോളജിക്കലായിട്ടുള്ള പ്രക്രിയയാണ്. പ്രപഞ്ചത്തിൻ്റെ പരസ്പര സ്നേഹമാണ്, ആകാശഭൂമികളുടെ പ്രണയമാണ്. അതിനെയാണ് പാർവതിയും പരമേശ്വരനും ആക്കിയത്. എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രണയത്തിനുണ്ടാകുന്ന വിഘാതം ആദ്യം, ഇത് മനുഷ്യ മനസ്സിലും സംഭവിക്കാം. ആദ്യം പാർവതി പരമേശ്വരനെ ആഗ്രഹിക്കുന്നു. ആ പരമേശ്വരൻ യോഗിയായി നിഷ്കമ്പ വൃക്ഷം നിഭൃതദ്യുരേപം എന്ന മട്ടിൽ യോഗിയായി നിശ്ചലനായി സമാധിയിലാവുന്നു. അദ്ദേഹത്തിനെ ഇളക്കാൻ ദേവകൾ വരുന്നു. ദേവകൾ മന്മഥനെ, കാമദേവനെ നിയോഗിക്കുന്നു. കാമദേവൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പാർവതി പുഷ്പാഭരണങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് സമ്മോഹനം എന്നൊരസ്ത്രമയച്ച് യോഗിയായ പരമേശ്വരൻ്റെ ചിത്തം ചെറുതായിട്ടൊന്ന് ഇളക്കുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോൾ പെട്ടെന്ന് ഈ യോഗിയായ സമാധിയിലിരുന്നിട്ട് പതുക്കെ ഉണർന്ന ശിവൻ പെട്ടെന്ന് പാർവതിയുടെ മുഖത്ത് നോക്കി പോകുന്നു. മുഖത്ത് നോക്കി എന്ന് പറഞ്ഞാൽ അല്ലാതെ വെറുതെ നോക്കിയല്ല. ഹരസ്തു കിഞ്ചിത് പരിലുപ്ത ധൈര്യശ്ചന്ദ്രോദയാരംഭ ഇവാംബുരാശി ഉമാമുഖേ ബിംബഫലാധരോഷ്ടേ വ്യാപാരയാമാസ വിലോചനാനി. അദ്ദേഹത്തിൻ്റെ 3 കണ്ണും ഈ പാർവതിയുടെ ശരീരത്തിലേക്ക് ഓടി ഓടി നടന്നു എന്നാണ്. സംയതനായ, അടക്കം ഉള്ള, വികാരത്തെ പുറത്തു നിർത്തിയ, വിരാഗി തന്നെയായിരുന്ന യോഗിയായ ഒരാകാശം, ആകാശസ്വരൂപൻ, സൂക്ഷ്മസ്വരൂപൻ, താനറിയാതെ ഭൗമമായ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടിയുടെ പരിവർത്തനവും ചക്രവും. ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ശിവൻ സംയമം തിരിച്ചെടുത്തിട്ട്
ആരാണ് എന്നെ പറ്റിച്ചതെന്ന് നോക്കിയിട്ട് ഒളിച്ചു നിന്ന് അമ്പെയ്യുന്ന കാമദേവനെ കണ്ടിട്ട് അവൻ്റെ നേരെ തൻ്റെ ആഗ്നേയാസ്ത്രം വിടുന്നു. അവൻ ഭസ്മമായി പോകുന്നു. അവൻ്റെ ഭാര്യ രതി വിലപിക്കുന്നു. പ്രകൃതി മുഴുവനും അതിൽ ആകെക്കൂടെ ദുഃഖിക്കുന്നു. വസന്തം തുടങ്ങിയിട്ടുള്ളതല്ല. ഇതാലോചിച്ച് നോക്കുക. ഇതൊരു പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഇത് ഇങ്ങനെ ഉണ്ടാവാം. ഈ കാമദേവൻ ദഹിപ്പിക്കപ്പെട്ടപ്പോൾ കാമദേവനാണ് ദഹിപ്പിക്കപ്പെട്ടത്. കാമം എന്ന ക്രിയയാണ് ദഹിപ്പിക്കപ്പെട്ടത്. രതി എന്ന ഭാവം നശിച്ചിട്ടില്ല. രതി ഭാര്യ. രതി നശിച്ചിട്ടില്ല. രതി പ്രവർത്തിക്കണമെങ്കിൽ അവളുടെ ഭർത്താവ് കാമദേവനും കൂടെ വേണം. പ്രപഞ്ചത്തിൽ രതി ഒരിക്കലും നശിക്കുന്നില്ല. അടിസ്ഥാനപരമായി വേദം തന്നെ പറയുന്നത് കാമസ്തദഗ്രേ സമവർത്തതാധി. കാമമാണ് ആദ്യമായി ഉണ്ടായത്. ദൈവത്തിൻ്റെ ഇച്ഛ ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിളിൽ പറയുന്നത് തന്നെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഇച്ഛ ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം, സങ്കല്പം ഉണ്ടാവണം. അതുകൊണ്ട് ഉപനിഷത്തുക്കളിൽ പറയുന്നു സ അകാമയത, അവൻ കാമിച്ചു. ഒന്നുമല്ലാതിരുന്ന ആ പ്രപഞ്ചപുരുഷൻ കാമിച്ചു. അതുകൊണ്ട് കാമം നിഷിദ്ധമല്ല, ലോകത്തൊരിടത്തും നിഷിദ്ധമല്ല. ഏറ്റവും കൂടുതൽ പൂജിക്കപ്പെടേണ്ടുന്നതാണ്, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടുന്നതാണ്, ഏറ്റവും കൂടുതൽ ശുദ്ധമായി പിന്തുടരപ്പെടേണ്ടുന്നതും നിലനിർത്തപ്പെടേണ്ടുന്നതുമാണ് കാമം. പക്ഷേ അത് അധാർമികം ആകരുത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഭൂതങ്ങളിൽ, ഭൂതജാതങ്ങളിൽ, ജന്തുക്കളിൽ ജനിച്ചവയിൽ, ജന്മമെടുത്തവയിൽ ധർമ്മത്തിന് അവിരുദ്ധമായ കാമവും ഞാൻ തന്നെയാണ്. ധാർമ്മികമായ കാമവും ഞാൻ തന്നെയാണ്. ലോകത്തിനെ നിലനിർത്തുന്നത് ധാർമ്മികമായ കാമമാണ്. ആ കാമം എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ലസ്റ്റ് എന്ന് പറയുന്ന ഒതുങ്ങിയ അർത്ഥം മാത്രം എടുക്കരുത്. കാമം എന്നതിന് സ്നേഹം എന്ന് തന്നെയാണ് അർത്ഥം. ശരിയായ സ്നേഹം, ശരിയായ പ്രണയം. ഈ പ്രണയം ഇല്ലെങ്കിൽ ഒരു മാവിലും പൂവുണ്ടാവില്ല, ഒരു കോഴിക്കും കുഞ്ഞുണ്ടാവില്ല. ടിഷ്യൂ കൾച്ചർ ഉണ്ടെങ്കിലും അവിടെ പ്രണയം വേണം, എവിടെയോ ഒരു നയം വേണം, ഇല്ലെങ്കിൽ നടക്കില്ല. ഏത് തരത്തിലായാലും ശരി, പ്രപഞ്ചത്തെ നിലനിർത്തുന്ന അടിസ്ഥാന ശക്തി തന്നെയാണ് അത്. അതിനെ ഏറ്റവും ശുദ്ധമായി, ഏറ്റവും ഉദാത്തമായി, പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തെ ഭംഗപ്പെടുത്താത്ത രീതിയിൽ ആസുരമായിട്ടല്ലാതെ നിലനിർത്തണം. ആസുരിയായ കാമത്തെയാണ് ധർമാവിരുദ്ധ കാമം എന്ന് പറയുന്നത്, ധർമ്മത്തിന് വിരുദ്ധമായ കാമം. ആ കാമമല്ല വേണ്ടത്. എല്ലാത്തിനെയും നന്നായി സ്വീകരിക്കുകയും എല്ലാം നല്ലതിന് വേണ്ടി ആവട്ടെ എന്ന് വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്കും അതുപോലെ തന്നെ ഒരു താളബദ്ധത, ഒരു സന്തുലിതത്വം കിട്ടും. അങ്ങനെയുള്ള പാരസ്പര്യമാണ് പ്രപഞ്ചത്തിൻ്റെ ഐക്യമായിട്ട് മാറുന്നത്. അത് മുകളിലുള്ളവരും താഴെയുള്ളവരും ഒരുമിച്ച് ചെയ്യണം. അതിലേക്കാണ് ഈ പ്രണയം. ആ പ്രണയത്തെ കണ്ടെത്തുന്നതാണ് ജീവിതത്തിൻ്റെ ഉല്ലാസവും സൗന്ദര്യവും മുഴുവൻ. ആ സൗന്ദര്യം മുഴുവനും കോരിയെടുത്തു വയ്ക്കാൻ ലോകത്തൊറ്റ കവിയേ ഉണ്ടായിട്ടുള്ളൂ. ലോകത്തിലെ എല്ലാ മനസ്സുകളുടെ സൗന്ദര്യവും, എല്ലാ ചെടികളുടെ സൗന്ദര്യവും, എല്ലാ പുഴുക്കളുടെ സൗന്ദര്യവും, കാറ്റിൻ്റെ സൗന്ദര്യവും, കല്ലിൻ്റെ സൗന്ദര്യവും, കല്ലിനും ഒരു നദിക്കും മേഘത്തിനും തമ്മിലുള്ള പ്രണയവും, ഒരു കാറ്റിനും പുല്ലാങ്കുഴലിനും തമ്മിലുള്ള പ്രണയവും ഒക്കെ ഇത്ര സുന്ദരമാക്കി വയ്ക്കാൻ വേറെ ഒറ്റ കവിക്കും കഴിഞ്ഞതായിട്ട് എൻ്റെ കൊച്ചറിവിലില്ല. അത് കാളിദാസൻ മാത്രമാണ്. ഇത്തിരിയോളം കാവ്യങ്ങൾ മാത്രം മതി. അത് വായിച്ചു നോക്കിയാൽ ലോകത്തിലെ സർവ പ്രണയ കവിതകൾ എഴുത്തുകാരും കാളിദാസൻ്റെ പുറകെ നടക്കുകയാണ് ഇത്തിരി ഭാവനയ്ക്ക് വേണ്ടി. അത്രമേൽ അപാരമായ
ഭാവനകളാണ്. അത് ഓരോ ഭാവനയെയും അതിദിവ്യമാക്കുന്നു എന്ന് വേണം പറയാൻ. നിങ്ങൾ അറിയാമായിരിക്കും, കാളിദാസൻ അല്ല, ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വരിയാണ് വയലാറിൻ്റെ. അതിനകത്തൊരു കാവ്യസത്യം ഉണ്ട്. വരും കാലങ്ങളിലെ ഏതുജ്ജയിനിയിലെയും ഗായികമാർ, ഏത് മാളവികമാരും, ഏതുർവശിയും നമ്മുടെ പുരാതനനായ ഈ കവിയുടെ പ്രതിമയിൽ മാലയിടാതിരിക്കില്ല. ആ സൗന്ദര്യങ്ങളെല്ലാം അനശ്വരമാക്കിയ ഒരു അമൃതമായ ഒരു ഗന്ധർവലീല ഈ കവിയിൽ ഉണ്ട്. ഇദ്ദേഹം ഒരേ സമയം ഗന്ധർവനാണ്, അതേസമയം അപ്സരസാണ്, അതേസമയം ദേവനാണ്, അതേസമയം മനുഷ്യനുമാണ്. പ്രകൃതിയെ മുഴുവനും കൂടെ തന്നിലേക്ക് ലയിപ്പിക്കുകയും അതിൽ എല്ലാത്തിലും ദേവതാത്മകത്വം കാണുകയും ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ. കുമാരസംഭവം എന്ന കവിത എഴുതുമ്പോൾ തുടക്കം പ്രാർത്ഥനയല്ല. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ ഗാധിരാജ പൂർവാപരൗ വാരിനിധി വഗാഹ്യ സ്ഥിത പൃഥിവ്യായിവ മാനദണ്ഡ എന്നാണ് അത് ആരംഭിക്കുന്നത്. ഉത്തരദിക്കിൽ, ഏറ്റവും ഉത്തരദിക്കിൽ ദേവതാത്മാവായ ഹിമാലയം എന്നു പേരായ പർവ്വതരാജൻ ഉണ്ട്. വെറും പ്രസ്താവമാണെന്ന് തോന്നും. പൂർവാപരവും വാരിനിധി വഗാഹ്യ, വാരിനിധിയെ ജലപാത്രങ്ങളെ വഹിച്ചുകൊണ്ട് പൃഥിവ്യാ മാനദണ്ഡ ഇവ, പൃഥിവിയുടെ മാനദണ്ഡം എന്ന പോലെ സ്ഥിതി ചെയ്യുന്നു. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് ഭൂമിക്ക് ഒരു അളവുകോൽ എന്നാണ്. ഭൂമിക്ക് സ്കെയിൽ എന്ന പോലെ ഹിമാലയം ഇരിക്കുന്നു. ആലോചിച്ച് നോക്കണം, ഒരു സ്കെയിൽ, ഭൂമിക്കൊരു സ്കെയിൽ, ഈ ഹിമാലയം എന്ന് പറഞ്ഞ ഒറ്റ സ്കെയില്, അതുകൊണ്ട് ഭൂമിയെ മുഴുവൻ അളക്കാൻ പറ്റുമോ? എനിക്ക് എടുത്തു കൊണ്ടുപോകണ്ടേ? അപ്പോൾ കാളിദാസൻ മോശമല്ലേ? എന്തിനാണ് ഈ കാളിദാസൻ പൂർവാപരൂ വാരിനിധി വഗാഹ്യ എന്നെഴുതിയത്? പൂർവാപരങ്ങളിൽ കിഴക്കും പടിഞ്ഞാറും ജലപാത്രങ്ങളെ വഹിച്ചുകൊണ്ട്. ഒരു ശാസ്ത്രജ്ഞനെയും കൂടെ ഇവിടെ കാണാം. ആലോചിച്ച് നോക്കണേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. വാനനിരീക്ഷണമോ ഭൂഗർഭ നിരീക്ഷണമോ സീസ്മോളജിക്കൽ സ്റ്റഡിയോ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എല്ലാം വെച്ച് നോക്കുക. മിറ്റിയോറോളജിക്കൽ സ്റ്റഡിയും ആകാം. കിഴക്കും പടിഞ്ഞാറും ജലപാത്രങ്ങൾ, ആ ജലപാത്രങ്ങളെ വഹിച്ചിങ്ങനെ ഇരിക്കുന്ന മാനദണ്ഡം എന്തായിരിക്കും? മാനദണ്ഡം എന്നതിന് കൃത്യം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ നമ്മളൊക്കെ മലയാളം മാച്ച് ബോക്സ് എന്നുള്ളതിന് പൊരുത്തപ്പെട്ടി എന്നൊക്കെ ട്രാൻസ്ലേഷൻ ഇട്ട് കളയും. അതുപോലുള്ള കൃത്യം ട്രാൻസ്ലേഷൻ ഇല്ലാതെ നോക്കൂ. മാനദണ്ഡം അളക്കുന്ന കോല് അല്ലേ? കോലിങ്ങനെ മുകളിൽ പിടിക്കും, രണ്ട് വശത്തും രണ്ട് പാത്രം ഇരിക്കും. അതിനെന്ത് പറയും? തുലാസ് അല്ലേ? തുലാസ് അതാണ്. മറ്റേ സ്കെയിലല്ല, തുലാസാണ്. രണ്ട് വശത്തും രണ്ട് പാത്രം, കിഴക്കേക്കടലും പടിഞ്ഞാറേക്കടലും. ഈ രണ്ടിടത്തെയും വെള്ളത്തിൻ്റെ വിതാനങ്ങളെ ഇങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല തുലാസാണ് ഹിമാലയം. കവി സത്യദർശിയാവുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒരു ഭൂമിയെ മുഴുവൻ മനസ്സിലാക്കിയതാണ്. രണ്ട് ഭാഗത്തും സമുദ്രങ്ങൾ, ഹിമാലയത്തിൻ്റെ ഇരുവശത്തും സമുദ്രങ്ങൾ. ഈ സമുദ്രത്തിൻ്റെ ജലഗതികളെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പാത്രങ്ങളെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഹിമാലയം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു അപാരമായ കാഴ്ചയാണ്
ആ കവിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മുടെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇതുപോലെ കവികളായെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നും കൂടെ ആലോചിക്കുക. ഇതുപോലെ ഒത്തിരി ഒത്തിരി ഉണ്ട്. അത് വേറൊരു കാര്യമാണ്. അങ്ങനെ കാളിദാസൻ സൗന്ദര്യത്തെയും സത്യത്തെയും ശാസ്ത്രത്തെയും പ്രപഞ്ചഗതിയെയും ഒരുമിപ്പിക്കുക. അവിടെയാണ് കാളിദാസനിലെ പ്രത്യേകത.